കറൻ്റ്ലി ഞാനുള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ 9th ബേസിൻ്റെ ഫ്രണ്ടിലായിട്ടാണുള്ളത്. സോ ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ കോളേജുകൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫർഗാനയിലെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. നമ്മൾ ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു യെല്ലോ കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ക്യാമ്പസിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്. ദെൻ അത് കൂടാണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സ്, അത് കൂടാണ്ടുള്ള സ്റ്റേഡിയം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന് 2 ക്യാമ്പസസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 9th ബേസ് ക്യാമ്പസും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ക്യാമ്പസും. സോ ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു 9th ബേസ് ക്യാമ്പസ് ഫുള്ളായിട്ട് കാണാനായിട്ട് പോകണം. ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടി ഇരുന്ന് പഠിക്കാനായിട്ട് കുറേ ഹട്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്യാമ്പസ് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽ, മെസ്സ്, അത് കൂടാണ്ട് അവരുടെ ക്ലാസ്സസിൻ്റെ ഏകദേശം ഒരു മോർ ദാൻ 40% നടക്കുന്നത് 9th ബേസ് ക്യാമ്പസിൽ വെച്ചിട്ടാണ്. ഇത് കൂടാണ്ട് നമുക്ക് മെയിൻ ക്യാമ്പസ് ഉണ്ട്. ബാക്കി ക്ലാസ്സസ് മെയിൻ ക്യാമ്പസ് വെച്ചിലാണ് നടക്കുന്നത്. 9th ബേസിന്റെ ക്യാമ്പസ് മെയിൻ ക്യാമ്പസ് പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെടികളും മരങ്ങളൊക്കെ നട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഗ്രീനി ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഇതിന്റെ ഏകദേശം ഒരു മോർ ദാൻ 10 times ബിഗറുമാണ്. 9th ബേസിന്റെ ക്യാമ്പസിൽ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ക്യാമ്പസിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് കൂടാണ്ട് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ദെൻ സെക്യൂരിറ്റി ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ക്യാമ്പസിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം വരുന്നുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഒരു ആംബി തിയേറ്റർ ഉണ്ട്. ആംബി തിയേറ്റർ മീൻസ് ചെറിയൊരു തിയേറ്റർ ഉണ്ട്. അതായത് സ്റ്റുഡൻസിന്റെ എന്തെങ്കിലും കൾച്ചറൽ ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ബാക്കി സ്റ്റുഡൻസിന് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആംബി തിയേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് വോളിബോൾ, ബാസ്കറ്റ് ബോൾ, അത് കൂടാണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ടൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ഹോസ്റ്റലിന്റെ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടാണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് വരുന്നത്. ഹോസ്റ്റലിലോട്ട് പോകാനായിട്ട് നമുക്ക് കറന്റ് ഞാൻ നിൽക്കുന്ന റോഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റിൽ പോയാലും ഹോസ്റ്റലിൽ എത്താനായിട്ട് സാധിക്കും. നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ഹട്ട്സ് ഈ ഒരു ക്യാമ്പസിൽ ഏകദേശം 10-15 ഹട്ട്സുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഫ്രീ ടൈംസിൽ വന്നിരിക്കാനും പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതുകൂടാണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടത്താനും വേണ്ടിയൊക്കെയാണ് ഈ ഒരു ഹട്ട്സ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഫ്രീ മൈൻഡോട് കൂടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാമ്പസിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ ഉള്ളിലാണ്. മാക്സിമം ഒരു 50 മീറ്റേഴ്സിന്റെ ലെങ്ത് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു യെല്ലോ കളർ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന യെല്ലോ കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്. ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ മെസ്സായി. സോ ഹോസ്റ്റലും മെസ്സും തമ്മിലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 മിനിറ്റ് നടക്കേണ്ട ദൂരം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഫുഡ് മിസ്സാവില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ദെൻ മെയിൻ ക്യാമ്പസിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് അവർ ഉച്ചയ്ക്ക് തിരിച്ച് 9th ബേസിലോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ക്യാമ്പസിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ മെസ് ഏരിയ വരുന്നത്. നമ്മുടെ മെസ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മെസ്സിന്റെ ഏരിയ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് റെസ്റ്റോറന്റ് ഒന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ മെസ്സിന്റെ ഏരിയ ആണ്. ഇത് നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ആണ്. കിച്ചൺ സെപ്പറേറ്റ് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാണ്ട് മെസ് ഏരിയയുടെ ഉള്ളിലായിട്ട് ഒരു കിച്ചൺ ഉണ്ട്. നമ്മുടെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേക് സർ ഉണ്ട്. അത് കൂടാണ്ട് നമ്മുടെ കുക്ക് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് സഹദേവൻ എന്ന് പറഞ്ഞൊരു കുക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് പിന്നെ നോർത്തിൽ നിന്ന് സെപ്പറേറ്റ് കുക്ക് ഉണ്ട്. ആ റെഡ് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് ഇന്ത്യ എന്നുള്ള ആളാണ്. നമ്മുടെ 4th ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് ബാലാജി എന്ന് പറഞ്ഞിട്ട്. സോ സ്റ്റുഡൻസിന് ഈ ഒരു ക്യാമ്പസ് ഒരിക്കലും ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ക്യാമ്പസ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നതില്ല. കാര്യം എല്ലാം നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെയുണ്ട്. അത് കൂടാണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ നിന്ന് നമുക്കൊരു ഫാക്കൽറ്റി ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ അനാട്ടമി പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഡോക്ടർ കൃഷ്ണ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഡോക്ടറുടെ സ്ഥലം വരുന്നത് കാസർഗോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള ഒരു ക്യാമ്പസിലാണ് പോയി നിങ്ങൾ പഠിക്കുന്നു എന്നൊരു ഫീല് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഭയങ്കര ഗ്രീനി ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ക്യാമ്പസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിയാണ്. ബിക്കോസ് ഫർഗാന എന്ന് പറയുന്ന സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എയർപോർട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റുഡൻസിന് ഒരിക്കലും ഒരു പ്രോബ്ലം ആവാൻ പോകുന്നില്ല. ദുബായിൽ നിന്ന് ഫർഗാനയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റുഡൻസിന് റീച്ചബിലിറ്റി ഒരിക്കലും ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡന്റ് ആയാലും വയ ദുബായ് പോവാണെങ്കിൽ ജസ്റ്റ് ഒരു 3.25 മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് സ്റ്റുഡന്റിന്
ഫർഗാനയിലോട്ട് റീച്ച് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ റീച്ചബിലിറ്റി ഒരിക്കലും സ്റ്റുഡൻറ്റിന് ഒരു പ്രോബ്ലം ആയിട്ട് വരാനായിട്ട് പോകുന്നതേ ഇല്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള വേറെ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കൽ ഫെസിലിറ്റി ആണ്. നമ്മുടെ കോളേജിന് 3530 ബെഡ് ഹോസ്പിറ്റലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്രയേറെ വലിയ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഫ്രണ്ടിൽ കൂടെ നടന്ന് വീണ്ടും ബാക്കെല്ലാം കറങ്ങി വീണ്ടും ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ഒരു 9th ബേസിക് ക്യാമ്പസിന്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ഞാൻ എന്തായാലും മെയിൻ ക്യാമ്പസിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമ്പസിന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 9th ബേസിക് ക്യാമ്പസിന്റെ ഒരു മോർ ദാൻ 10 ടൈംസ് ബിഗർ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. മെയിൻ ക്യാമ്പസ് കാണുമ്പം നിങ്ങൾ എന്താണ് 100% നിങ്ങൾ വണ്ടർ ആവും. അതുകൂടാണ്ട് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള 9th ബേസിന്റെ ഹോസ്റ്റലിന്റെ വീഡിയോസിന്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബയോയിൽ ചേർക്കുന്നുണ്ട്. ബൈ.